ശ്രീഹരയേ നമ. നമസ്കാരം. ശ്രീമദ് ഭാഗവതം 6-ാം സ്കന്ധം 15-ാം അധ്യായം. ഈ 15-ാം അധ്യായത്തിൽ പുത്രൻ മരിച്ച ദുഃഖം കൊണ്ട് തളർന്നിരിക്കുന്ന ചിത്രകേതുവിനെ ശ്രീനാരദ മഹർഷിയും അങ്കിരസ് മുനിയും തത്വോപദേശം കൊണ്ട് അദ്ദേഹത്തിനെ സാന്ത്വനിപ്പിക്കുന്നു. ശ്രീശുക ഉവാച ഊചതുർമുതകോപാന്തേ പതിതം മുതകോപമം ശോകാഭിഭൂതം രാജാനം ബോധയന്തോ സദുക്തിഭി. കോയം സ്യാത് തവ രാജേന്ദ്ര ഭവാൻ യമനുശോചതി ത്വം ചാസ്യ കഥമ സൃഷ്ടൗ പുരേതാനീമതപരം. ഇവൻ പുത്രനാണ്, ഞാനിവന്റെ പിതാവാണ് എന്ന സങ്കല്പം ശരിയല്ല. കഴിഞ്ഞ ജന്മത്തിൽ ഇയാൾ ആരായിരുന്നു, അടുത്ത ജന്മത്തിൽ ആരായിരിക്കും, ഇത് നമുക്കാർക്കും അറിയാൻ കഴിയാത്ത ഒരു സംഗതിയാണ്. ഒരു ജന്മത്തിൽ പിതൃപുത്രാദിരൂപേണ ചേരുന്നവർ മരണം കൊണ്ട് വേർപിരിഞ്ഞ ശേഷം ഭാര്യാഭർത്താക്കന്മാരായോ ശത്രുക്കളോ മിത്രങ്ങളോ ആയോ അങ്ങനെ ഒന്നും അല്ലാത്തവരോ ആയി വീണ്ടും ജനിച്ചേക്കാം. അതുകൊണ്ട് തന്നെ പിതൃപുത്രബന്ധത്തിന് ശാശ്വതമായിട്ടുള്ള ഒരവസ്ഥയില്ല. അത് യാഥാർത്ഥ്യമല്ല. ദേഹികളുടെ സംയോഗ വിയോഗങ്ങൾ ഒഴുക്കിൽപ്പെട്ട മൺതരികൾ പോലെ കേവലം യാദൃച്ഛികങ്ങളാണ്. യഥാ പ്രയാന്തി സംയാന്തി ശ്രോതോ വേഗേന ബാലുകാഃ സംയുജ്യന്തേ വിയുജ്യന്തേ തഥാ കാലേന ദേഹിന. വാർദ്ധക്യദശയിൽ ഏറെ കാലം കാത്തിരുന്നുണ്ടായ ഒരു പുത്രൻ, ആ പുത്രനെ അകാലത്തിൽ നഷ്ടപ്പെടുമ്പോൾ ദുഃഖം സഹിക്കാൻ കഴിയുന്നില്ല എന്നാണെങ്കിൽ പ്രകൃതി നിയമം എന്ത് എന്ന് കണ്ടറിഞ്ഞ് സമാധാനം നേടണം. അതാണ് മഹർഷിമാർ ഉപദേശിക്കുന്നത്. അത് അടുത്ത ശ്ലോകത്തിൽ വ്യക്തമാക്കുകയാണ്. യഥാ ധാനാസു വൈധാന ഭവന്തി ന ഭവന്തി ച ഏവം ഭൂതേഷു ഭൂതാനി ചോദിതാനി ഈശമായയാ. ഒന്നിൽ നിന്ന് മറ്റൊന്നുണ്ടാവുന്നത്, ഉണ്ടാവാതിരിക്കുന്നത്, ഉണ്ടായതിന് നാശം സംഭവിക്കുന്നത്, അത് ധാന്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ യഥാ ധാനാസു വൈധാന, ഒരു വിത്തിൽ നിന്ന് മറ്റൊരു വിത്ത് ഉണ്ടാവുന്നു, ചിലപ്പോൾ ഉണ്ടാകാതിരിക്കുന്നു. അതേപോലെ തന്നെ ജീവജാലങ്ങളിലൊക്കെ സംഭവിക്കുന്നതാണ്. ഇത് ആ മഹാമായയുടെ അഥവാ പ്രകൃതിയുടെ ദുർജ്ഞേയമായിട്ടുള്ള പ്രചോദനം കൊണ്ടാണ് എന്ന് നാം അറിയണം. വയം ചത്വം ചയേ ചേമേ തുല്യകാലാശ്ചരാചരാഃ ജന്മമൃത്യോർ യഥാ പശ്ചാൽ പ്രാങ്നൈവ മധുനാ വിഭോ. നമ്മളെല്ലാം തന്നെ സമകാലീനങ്ങളായ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ സ്ഥാവര ജംഗമങ്ങളെല്ലാം ഈ ജനനമരണങ്ങൾക്ക് മുൻപോ പിൻപോ ഇല്ലാത്തതാണ്. ജീവരാശികളുടെ സൃഷ്ടാവായ ജന്മാതിരഹിതനായ ഈശ്വരൻ, ആ ഈശ്വരൻ അനപേക്ഷനാണ് എങ്കിൽ കൂടി പ്രത്യേകിച്ചൊരു ഉദ്ദേശമൊന്നുമില്ലാതെ ഉദ്ദേശരഹിതനായിരിക്കുന്ന ആളാണെങ്കിലും
ആത്മസൃഷ്ടൈർ അസ്വതന്ത്രൈ അനപേക്ഷോപി ബാലവൽ, ഒരു കുട്ടിക്കളി പോലെ ഈ ജീവജാലങ്ങളെ കൊണ്ട്, ആ ഈശ്വരൻ തന്നെ സൃഷ്ടിക്കപ്പെടുന്നതായ ഒട്ടും സ്വാതന്ത്ര്യമില്ലാത്ത ജീവജാലങ്ങളെ കൊണ്ട് സൃഷ്ടിക്കുന്നു, രക്ഷിക്കുന്നു, സംഹരിക്കുന്നു. ഇപ്പോൾ ഒരു ദേഹത്തിൽ നിന്ന് മറ്റൊരു ദേഹമുണ്ടാവുന്നു. ഇപ്പോൾ വിത്തിൽ നിന്ന് ഒരു ചെടിയും അതിൽ നിന്ന് വീണ്ടും വിത്തും ഉണ്ടാവുന്നത് പോലെയാണ് മാതാപിതാക്കളുടെ സംഗമം കൊണ്ട് ഒരു പുത്രനോ ഒരു പുത്രിയോ ഉണ്ടാവുന്നു. എന്നാൽ ദേഹിയാവട്ടെ ഈ ജനനമരണങ്ങൾക്കൊന്നും വിധേയനാവാതെ അത് നിത്യനായി സ്ഥിതി ചെയ്യുന്നു. ദേഹദേഹി വിഭാഗോയം അവിവേകകൃതപുര ജാതിവിവ്യക്തി വിഭാഗോയം യഥാവസ്തുനി കൽപ്പിത. കേവലമായിട്ടുള്ള സത്തയിൽ വ്യഷ്ടി സമഷ്ടി ഭേദം അത് അജ്ഞാനം കൊണ്ട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. ദേഹം ദേഹി എന്ന ഭേദം അതും അജ്ഞാനം കൊണ്ട് കൽപ്പിതമായിട്ടുള്ളതാണ്. ദേഹി കേവലമായിട്ടുള്ള സത്തയാണ്, അതിന് ജന്മ മരണങ്ങളില്ല, അത് നിത്യസത്യമാണ്. ഏവം ആശ്വാസിതോ രാജ ചിത്രകേതോർ ദ്വിജോക്തിഭി പ്രമൃജ്യ പാണിനാവക്ത്രം ആധിമ്ലാനമഭാഷത. എന്ന് ശ്രീനാരദ മഹർഷിയും അംഗിരസ് മുനിയും കൊടുത്തതായ ഉപദേശം അത് കേട്ട് ചിത്രകേതു കണ്ണുകളൊക്കെ തുടച്ചു. എന്നിട്ട് പറയുകയാണ്, രാജാവിന് ഇവരാരെന്ന് അപ്പോഴും ബോധ്യമായിട്ടില്ല. അതാണ് ചോദിക്കുന്നത്, രാജാവിന്റെ ചോദ്യം. കൗയുവാം ജ്ഞാനസമ്പന്നോ മഹിഷ്ടൗ ച മഹീയസാം. നിങ്ങൾ ആരെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല, നിങ്ങൾ ആരാണ്? എത്രയോ ബ്രഹ്മജ്ഞാനികൾ എന്നെപ്പോലെ വിഷയാസക്തന്മാരായിട്ടുള്ളവരുടെ അല്ലെങ്കിൽ ഞങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഞ്ചരിക്കാറുണ്ടല്ലോ. സനൽകുമാരൻ, ശ്രീനാരദൻ, ഋഭു, അംഗിരസ്, ദേവലൻ, അസിതൻ, അപാന്തരതമൻ, വേദവ്യാസൻ, മാർക്കണ്ഡേയൻ, ഗൗതമൻ, വസിഷ്ഠൻ, പരശുരാമൻ, കപിലൻ, ശ്രീശുകൻ, ധ്രുവാസസ്, യാജ്ഞവൽക്യൻ, ജാതൂകർണി, ആരുണി, ചവനൻ, ദത്താത്രേയൻ, പതഞ്ജലി, ഇങ്ങനെ എത്രയോ സിദ്ധേശ്വരന്മാർ ആത്മജ്ഞാനം പ്രദാനം ചെയ്യാൻ വേണ്ടി സഞ്ചരിക്കുന്നു. നിങ്ങൾ ആരാണ് എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. രാജാവിന്റെ ചോദ്യത്തിന് മറുപടിയായി അംഗിരസ് മഹർഷി പറഞ്ഞു, അഹംദേ പുത്രകാമായ പുത്രദോസ്മി അംഗിരാ നൃപ ഏഷ ബ്രഹ്മസുതസാക്ഷാ നാരദോ ഭഗവാൻ ഋഷി. ഞാൻ അങ്ങയ്ക്ക് പുത്രനുണ്ടാവണമെന്ന് അനുഗ്രഹിച്ച അംഗിരസാണ്. ഇദ്ദേഹം ബ്രഹ്മപുത്രനായിട്ടുള്ള ശ്രീനാരദനാണ്. അങ്ങയെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഭക്തനായിട്ടുള്ള അങ്ങ് ക്ലേശിക്കുവാൻ പാടില്ല. ആദ്യം അങ്ങയുടെ അടുത്ത് ഞാൻ വരുന്ന സമയം അപ്പോൾ തന്നെ ആ പരമാർത്ഥമായിട്ടുള്ള ആത്മജ്ഞാനം ഉപദേശിക്കണം എന്ന് കരുതിയതാണ്. എന്നാൽ അങ്ങയുടെ ആഗ്രഹം മറ്റൊന്നാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഒരു പുത്രനുണ്ടാവട്ടെ എന്ന് അനുഗ്രഹിച്ചത്.
പുത്രന്മാരുണ്ടായാൽ ദുഃഖം, ഉണ്ടായില്ലെങ്കിൽ ദുഃഖം, അതെല്ലാം തന്നെ അങ്ങ് അനുഭവിച്ചു. ഇതുപോലെ തന്നെയാണ് പത്നിയും ഗൃഹവും ധനവും പ്രഭാവങ്ങളും എല്ലാം. ശബ്ദാദയശ വിഷയ ചലാരാജ്യവിഭൂതയ മഹീരാജ്യം ബലം കോശോ ഭൃത്യാമാത്യ സുഹൃജന സർവേവി ശൂരസേനേ മേ ശോകമോഹ ഭയാർത്തിത ഗന്ധർവനഗരപ്രഖ്യ സ്വപ്നമായ മനോരഥ. എല്ലാ വിഷയങ്ങളും, അസ്ഥിരങ്ങളായിട്ടുള്ള രാജകീയ ഐശ്വര്യങ്ങളും, ഭൂമി, സൈന്യം, സിംഹാസനം, ഖജനാവ്, സേവകന്മാർ, ബന്ധുജനങ്ങൾ, ഇതെല്ലാം തന്നെ ദുഃഖവും ഭയവും ക്ലേശവും തരുന്നതാണ്. ഗന്ധർവനഗരത്തെ പോലെ തെളിഞ്ഞും ഒളിഞ്ഞുമിരിക്കുന്നതാണ്. സ്വപ്നം പോലെയോ ഇന്ദ്രജാലം പോലെയോ മിഥ്യാസങ്കല്പങ്ങളാണ്. ഈ പുത്രാദികൾ ദുഃഖഹേതു ആയിത്തീരുന്നത് ജീവനുണ്ടാവുന്ന ദേഹാഭിമാനം കൊണ്ടാണ്. ഈ ശരീരം തന്നെയാണ് ദേഹാഭിമാനിയായിത്തീരുന്ന ജീവന് പല ക്ലേശങ്ങളും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അങ്ങ് അവ്യഗ്രമായ മനസ്സുകൊണ്ട് ആത്മതത്വത്തെ അറിഞ്ഞ് ഈ പ്രപഞ്ചം സത്യമാണ് എന്നുള്ള ആ വിശ്വാസം ഉപേക്ഷിക്കുക, മനഃശാന്തിയിലേക്ക് പ്രവേശിക്കുക. ഈ മനഃശാന്തി എന്നത് ഈശ്വരാനുഗ്രഹം കൊണ്ട് സാധിക്കേണ്ടതാണ്. അതിനുള്ള മാർഗം ശ്രീനാരദ മഹർഷി ഉപദേശിക്കുകയാണ്. ഏതാം മന്ത്രോപനിഷദാം പ്രതീച്ഛ പ്രയതോ മമ യാം ധാരയൻ സപ്തരാത്രാൽ ദൃഷ്ടാ സംഘർഷണം പ്രഭും യത്പാദമൂലമുപശുത്യ നരേന്ദ്രപൂർവേ ശർവാദയോ ഭ്രമമിമം ദ്വിതയം വിസൃജ്യ സദ്യസ്തദീയ അതുലാൻ അധികം മഹിത്വം പ്രാപുർഭവാനപി പരം ന ചിരാതുപൈതി. രാജാവേ, ഞാൻ നൽകുന്നതായ ഈ മന്ത്രം അങ്ങ് സ്വീകരിക്കുക. ഇതിനെ ധാരണ ചെയ്ത് 7 രാത്രി കൊണ്ട് ആ സംഘർഷണമൂർത്തിയെ ദർശിക്കാൻ അങ്ങയ്ക്ക് സാധിക്കും. ശ്രീരുദ്രൻ തുടങ്ങിയിട്ടുള്ളവർ ഏതൊരു സംഘർഷണമൂർത്തിയുടെ പദത്തെ ആശ്രയിച്ചുകൊണ്ട് ഭജനം ചെയ്യുന്നുവോ ആ സംഘർഷണമൂർത്തിയെ അങ്ങും ആശ്രയിച്ചോളൂ, തീർച്ചയായിട്ടും ഉത്കർഷത്തെ പ്രാപിക്കും എന്നിങ്ങനെ ശ്രീനാരദ മഹർഷി ആ ചിത്രകേതുവിന് മന്ത്രോപദേശം നൽകി എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതം 6-ാം സ്കന്ധം 15-ാം അധ്യായത്തെ സമർപ്പിക്കുന്നത്. ശ്രീമദ് ഭാഗവതം 6-ാം സ്കന്ധം 16-ാം അധ്യായം. പുത്രൻ മരിച്ച ദുഃഖം കൊണ്ട് വല്ലാതെ വിഷമിച്ചിരിക്കുന്നതായ ചിത്രകേതുവിന് ശ്രീനാരദ മഹർഷി മന്ത്രോപദേശം നൽകുകയും ആ മന്ത്ര ഉപാസന ചെയ്യുന്ന ചിത്രകേതുവിന് ആദിശേഷനെ ദർശിക്കാൻ കഴിയുന്നു. ആ ഒരു സന്ദർഭമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അംഗിരസ് മഹർഷി നൽകിയതായ ഉപദേശം, അതുകൊണ്ട് മാത്രം ചിത്രകേതുവിന്റെ മോഹം നശിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന ശ്രീനാരദർ ഈ രാജാവിന്റെ പുത്രനിൽ കൂടി തന്നെ ആ മകൻ മരിച്ചു കിടക്കുകയാണ്. ആ ജീവൻ തന്നെ, ആ കുട്ടിയുടെ ജീവൻ തന്നെ രാജാവിനെ ഉദ്ബോധിപ്പിക്കണം. അങ്ങനെ രാജാവിന്റെ മോഹത്തെ തീർക്കണം എന്ന് നിശ്ചയിക്കുകയാണ് ശ്രീനാരദൻ. മരിച്ചു കിടക്കുന്ന രാജകുമാരനെ
തന്റെ യോഗശക്തി കൊണ്ട് ജീവിപ്പിച്ചു. ഭക്തനായിട്ടുള്ള ശ്രീനാരദനെ പോലുള്ള ഒരുവന് അസാധ്യമായിട്ടൊന്നുമില്ല. ആ കുട്ടിയുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന ജീവൻ, ആ ജീവനെ നോക്കി പറയുകയാണ് ശ്രീനാരദൻ, ജീവാത്മൻ പശ്യ ഭദ്രം തേ മാതരം പിതരം ചതേ സുഹൃതോ ബാന്ധവാസ്തപ്താ ശുചാ തുൽകൃതയാ ഭൃശം. നിന്റെ ബന്ധുജനങ്ങൾ നിന്നെക്കുറിച്ച് കഠിനമായിട്ട് വ്യസനിക്കുന്നത് നീ കാണുന്നില്ലേ? നിന്റെ ശരീരം വിട്ടുപോകാനുള്ള പ്രായമായിട്ടില്ലല്ലോ. ഈ ശരീരത്തിൽ തന്നെ കുറേ കാലം വസിച്ച് എല്ലാവരെയും സന്തോഷിപ്പിക്കുകയും നിനക്ക് തന്നെ ആ സ്വയം സുഖത്തെ അനുഭവിക്കുകയും ചെയ്യാൻ പാടില്ലേ എന്ന് ശ്രീനാരദൻ ചോദിക്കുകയാണ്. അപ്പോൾ ആ ജീവൻ മറുപടി പറയുകയാണ്, കസ്മിൻ ജന്മന്യപി മഹ്യം പിതരോ പാതരോ ഭവൻ കർമ്മഭിഭ്രാമ്യമാണസ്യ ദേവതിര്യങ്യോനിഷു. ഈ 16-ാം അധ്യായത്തിലെ 4-ാം ശ്ലോകം മുതൽ 11-ാം ശ്ലോകം വരെ ഈ ജീവാത്മാവിന്റെ മറുപടിയാണ്. സർവജ്ഞനായിട്ടുള്ള അങ്ങയോട് ഞാൻ പ്രത്യേകിച്ചും പറഞ്ഞറിയിക്കേണ്ടതായിട്ടില്ലല്ലോ. ജീവന്റെ പ്രാരബ്ധമനുസരിച്ചിട്ടാണ് ഓരോ ശരീരങ്ങളിൽ ജനിച്ചും മരിച്ചും, ഓരോ ശരീരത്തെ സ്വീകരിച്ചും ഉപേക്ഷിച്ചും പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനും അത്തരത്തിൽ എത്രയോ ശരീരങ്ങളെ നൂറായിരം യോനികളിൽ ജനിച്ചും മരിച്ചും കഴിഞ്ഞു. അതിൽ ഈ ഒരു ജന്മത്തിൽ മാത്രമാണ് ഇവർ മാതാപിതാക്കന്മാരായത്. ഞാൻ പുത്രനാണ് എന്ന വിചാരത്താൽ ഇവർ കരയുന്നു. ഒരുപക്ഷെ ഞാൻ എത്ര ജന്മം ഇവരുടെ ശത്രുവായിരുന്നിരിക്കാം പൂർവജന്മങ്ങളിൽ. അങ്ങനെയാണെങ്കിൽ അതോർത്ത് സന്തോഷിക്കുകയല്ലേ വേണ്ടത്? എന്തുകൊണ്ട് ഇവർ സന്തോഷിക്കുന്നില്ല? ഇപ്പോൾ എല്ലാവരും ഓരോരോ ജന്മങ്ങളിൽ ശത്രുക്കളും മിത്രങ്ങളുമായി, ബന്ധുമിത്രാദികളായി എത്രയോ പ്രാവശ്യം ചേർന്നിരിക്കാം. കൊടുക്കൽ വാങ്ങലുകൾക്കായിട്ട് നാം ഉപയോഗിക്കുന്ന ധനം പോലെ, നാണയം പോലെ ജീവാത്മാവ് അച്ഛൻ, അമ്മ, പുത്രൻ പിന്നെ പലരിലും പ്രവേശിക്കുന്നു, പല ശരീരങ്ങളെ സ്വീകരിക്കുന്നു, പലതിനെയും ഉപേക്ഷിക്കുന്നു. നാണയങ്ങൾ നശിക്കുന്നില്ല, എന്നാൽ അതിന്റെ ഉടമസ്ഥന്മാർ മാറിക്കൊണ്ടിരിക്കുന്നു. ഈ ധനം ഒരുവന്റെ കയ്യിലിരിക്കുമ്പോൾ മാത്രമേ അയാൾക്ക് അതിന്മേൽ അവകാശമുള്ളൂ. അത് കൈവശമിരിക്കുന്ന അത്രയും കാലമേ അതിന്മേൽ അധികാരമുള്ളൂ. കൈവിട്ട് കഴിഞ്ഞാൽ ആ ബന്ധം തീർന്നു, ആ ധനം മറ്റൊരാളുടേതായി. അതുപോലെ ജീവൻ ശരീരം വിട്ടാൽ പിന്നെ എന്ത് മമതയാണുള്ളത്? ധാ വസ്തൂനി പണ്യാനി ഹേമാദീനി തതസ്തത പര്യടന്തി നരേഷ്വേവം ജീവോ യോനിഷു കർത്തൃഷു. ഇപ്പോൾ അങ്ങ് പറഞ്ഞു, സുഖഭോഗങ്ങൾ അനുഭവിക്കൂ, കുറെ കാലം ജീവിക്കൂ. ആത്മാവായിട്ടുള്ള ഞാൻ നിത്യനാണ്, പൂർണ്ണനാണ്, ആനന്ദസ്വരൂപനാണ്. എനിക്ക് മറ്റെവിടെ നിന്നെങ്കിലും ആനന്ദം ലഭിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ഈ ശരീരത്തെ ഉപേക്ഷിക്കുകയാണ്. ഇത്രയും പറഞ്ഞ് ആ ശരീരത്തെ വീണ്ടും ത്യജിച്ചു ആ ജീവൻ. ഇത് കേൾക്കുന്നവരെല്ലാവരും തന്നെ അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ്. തന്റെ മകനെന്ന് കരുതി താൻ സ്നേഹിച്ചതായ പുത്രനിൽ നിന്ന് ഇത് കേൾക്കുന്ന ചിത്രകേതുവിന് അകക്കണ്ണ് തുറക്കുകയും ദേഹ കളത്രപുത്രാദികളിലുള്ള സ്നേഹപാശം അത്
ഛിന്നഭിന്നമായി തീർന്നു. പ്രശാന്തമാനസനായി ആ കുട്ടിയുടെ ആ മൃതശരീരം വേണ്ടതുപോലെ സംസ്കരിക്കുകയും ശേഷക്രിയകളെല്ലാം ചെയ്തു. ആ കുട്ടിക്ക് വിഷം കൊടുത്ത സപത്നിമാർ അവിടെ നടന്ന സംഗതികളെല്ലാം ശ്രദ്ധിക്കുകയും അവർ ഭയത്തോടുകൂടി ചെയ്ത തെറ്റ് ഏറ്റുപറയുകയും ചെയ്തു രാജാവിനോട്. ബാലഹത്യാ പാപം തീരാൻ വേണ്ടി അവർ പ്രായശ്ചിത്തങ്ങൾ ചെയ്തു. എന്നാൽ രാജാവിന് അവരിൽ ഒരു വിരോധം അല്ലെങ്കിൽ കോപമൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ രാജാവ് ചെളിവെള്ളത്തിൽ നിന്ന് കരയ്ക്ക് കയറിയ ഒരു ഗജവീരനെ പോലെ ഗൃഹമാകുന്ന അന്ധകൂപത്തിൽ നിന്ന് എന്നേക്കുമായി അദ്ദേഹം കരകയറി കാളിന്തി നദിയിൽ സ്നാനം ചെയ്തു വന്ന് ശ്രീനാരദനെയും അങ്കിരസിനെയും നമസ്കരിച്ചു. വിനയത്തോടുകൂടിയിട്ട് ശരണം പ്രാപിച്ചു. ആ ശ്രീനാരദനെ തന്നെ ശരണാഗതി ചെയ്തതായ ആ ശിഷ്യന് ശ്രീനാരദ മഹർഷി ആദിശേഷനെ ഭജിക്കുവാനായിട്ട് മന്ത്ര ഉപദേശം നൽകുകയാണ്. ശ്രീനാരദ മഹർഷി മന്ത്രോപദേശമൊക്കെ നൽകി അവിടെ നിന്ന് അങ്കിരസിനോടുകൂടി യാത്രയാവുകയും ചെയ്തു. ജലപാനം മാത്രം ചെയ്തുകൊണ്ടാണ് ചിത്രകേതു ശ്രീനാരദ മഹർഷി ഉപദേശിച്ച ആ മന്ത്രത്തെ ഉപാസന ചെയ്തുകൊണ്ട് 7 ദിവസം ഭഗവത് ധ്യാനം ചെയ്തു. ആ തീവ്രധ്യാനം കൊണ്ട് മന്ത്രത്തിന്റെ ശക്തി കൊണ്ട് 7-ാം ദിവസം ചിത്രകേതു വിദ്യാധരന്മാർക്ക് അധിപതിയായിട്ട് തീരുകയാണ്. ആ മന്ത്രപ്രഭാവം കൊണ്ട് തന്നെ ആദിശേഷനെ ദർശിക്കുന്നു. ഗൗരവർണ്ണ രൂപത്തിൽ നീലാംബരധാരിയായി കിരീട കേയൂരകടകാദി ആഭരണങ്ങളെ ധരിച്ച് അരുണനേത്രനായി സിദ്ധേശ്വര പൂജിതനായിട്ടുള്ള സംഘർഷണമൂർത്തിയെ കാണുകയാണ്. ആ ഭഗവത് ദർശനം കൊണ്ട് തന്നെ സകല പാപങ്ങളെല്ലാം നശിച്ച് അന്ധകരണം ശുദ്ധമായി, ഹൃദയം ആർദ്രമായി, ആനന്ദ അശ്രുക്കളോടുകൂടിയിട്ട് ആ ഭഗവത് പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് ഭക്തി പരവശനായിട്ട് സ്തുതിക്കുകയാണ്. ചിത്രകേതുവിന്റെ വളരെ വിസ്തരിച്ചിട്ടുള്ളൊരു സ്തുതിയാണ് ഈ 16-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുക. 34-ാം ശ്ലോകം മുതൽ 48-ാം ശ്ലോകം വരെ കാണുന്നത് ചിത്രകേതുവിന്റെ സ്തുതിയാണ്. ഹേ ഭഗവാൻ, അജിതജിത സമമതിഭി സാധുഭിർഭവാൻ ജിതാത്മഭിർഭവത. ആരാലും ജയിക്കപ്പെടാത്ത, ആർക്കും ജയിക്കാൻ കഴിയാത്ത അവിടുത്തെ അന്തരംഗ ഭക്തന്മാർ വശീകരിക്കുന്നു. അവരെ ഭഗവാനും വശീകരിക്കുന്നു. അവരോടുള്ള കാരുണ്യം കൊണ്ട്, കാരുണ്യാതിരേകം കൊണ്ട് തന്നെ തന്നെ ഭഗവാൻ പ്രദാനം ചെയ്യുന്നു. സകാമന്മാർക്കും അകാമന്മാർക്കും എല്ലാം അവിടുന്ന് തന്നെയാണ് സേവ്യനായിട്ടുള്ളത്. ഇപ്രകാരം ആ സ്തുതി തുടരുകയാണ്. തവ വിഭവ ഖലു ഭഗവൻ ജഗതുദയസ്ഥിതിലയാദീനി. ലോകത്തിന്റെ സൃഷ്ടിസ്ഥിതിലയങ്ങൾ ഭഗവാനെ അവിടുത്തെ ലീല മാത്രമാണ്. മായാവിഭ്രാന്തി കൊണ്ട് സൃഷ്ടിയാദി കർമ്മങ്ങളെ ചെയ്യുന്നത് തങ്ങളാണ് എന്ന് വിശ്വസൃഷ്ടാക്കളായിട്ടുള്ള ബ്രഹ്മാദിദേവന്മാർ മിഥ്യാഭിമാനം കൊള്ളുന്നു. അവരെല്ലാം ഭഗവാനെ അവിടുത്തെ
അംശം മാത്രമാണ്. മൂലകാരണമായിട്ടുള്ള സൂക്ഷ്മാണുവിൻ്റെയും അന്തിമകാര്യമായ സ്ഥൂലപ്രപഞ്ചത്തിൻ്റെയും ആദിയിലും അന്തത്തിലും മധ്യത്തിലും എല്ലാം വർത്തിക്കുന്ന അവിടുന്ന് ഈ ആദി മധ്യാന്തങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്തവനാണ്. ആഭരണമായി രൂപപ്പെടുന്നതിന് മുൻപും ആഭരണരൂപം ഇല്ലാതെയായ ശേഷവും സ്വർണം എന്നത് അത് സ്ഥിരമായിട്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ്. ആഭരണ രൂപത്തിൽ ഇരിക്കുമ്പോഴും സ്വർണമാണ്, അല്ലാത്ത സമയത്തും അത് സ്വർണമാണ്. ഇതുപോലെ പ്രപഞ്ചത്തിന്റെ മൂലകാരണം ആദിയിലും പ്രപഞ്ചത്തിന്റെ അന്തത്തിന് ശേഷവും ധ്രുവമായി നിലകൊള്ളുന്ന ആ അതിശേഷ സ്വരൂപം തന്നെയാണ്. സർവേശ്വരൻ അങ്ങ് തന്നെയാണ്. മറ്റുള്ള ദേവന്മാർ ഭഗവാന്റെ വിഭൂതികൾ മാത്രമാണ്. വിഷയകാമന കൊണ്ട് ഇതര ദേവതകളെ ഉപാസിക്കുന്നവർ മന്ദമതികളാണ്. വിഷയതൃഷോ നരപശവോ യൗപാസതേ വിഭൂതിർന്ന പരം ത്വാം. വിഷയതൃഷ്ണയുള്ള മനുഷ്യർ മറ്റ് അംശദേവതകളെ ഉപാസിക്കുകയും പരിപൂർണനായ ഭഗവാനെ ഉപാസിക്കാതിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവർക്കുണ്ടാവുന്ന അനുഗ്രഹസിദ്ധികളൊക്കെ ആ ദേവന്മാരുടെ അഭാവത്തോടുകൂടിയിട്ട് രാജവംശം നശിച്ച രാജാവ് നശിച്ച ശേഷമുള്ള രാജസേവകന്മാരുടെ അവസ്ഥ പോലെ ആയിത്തീരും. കാമധിയസ്ത്വൈരചിത നപരമരോഹന്തി യഥാ കരംഭബീജാനി. കാമസങ്കല്പങ്ങൾ പോലും ജ്ഞാനസ്വരൂപനായ നിർഗുണനായിട്ടുള്ള ഭഗവാനിൽ അർപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവ കരംഭബീജം ആയിത്തീരുന്നു, വറുത്ത വിത്ത് പോലെ ആയിത്തീരുന്നു. അവ വീണ്ടും മുളയ്ക്കുന്നില്ല. ഇപ്പൊ കാമസങ്കല്പത്തോടുകൂടി ആണെങ്കിലും നിർഗുണനായ ഭഗവാനെ ഭജിക്കുന്നവർക്ക് കാലക്രമേണ നൈർഗുണ്യം സിദ്ധിക്കും എന്ന് ഇവിടെ വ്യക്തമാക്കുകയാണ്. നിഷ്കാമ ഭക്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഭാഗവതധർമ്മം മാത്രമാണ് അനവദ്യമായിട്ടുള്ളത്. അതുകൊണ്ടാണ് ആത്മാരാമന്മാരായ സനകാദി ഋഷീശ്വരന്മാർ ഈ ധർമ്മത്തെ ആശ്രയിച്ചത്. അങ്ങനെയുള്ളവർക്ക് ഞാൻ എൻ്റെ അങ്ങനെ ഭേദവിചാരം, ഞാൻ നിങ്ങൾ അങ്ങനെയുള്ള ആ ഭേദചിന്തയില്ല. ഇതര ധർമ്മങ്ങളൊക്കെ വേദവിഹിതങ്ങളാണ് എങ്കിലും അവിടെ ഭേദഭാവനയുണ്ട്. അത് രാഗദ്വേഷാദികൾക്ക് ഇടയാക്കിത്തീരും. അതുകൊണ്ട് അവയ്ക്ക് ശുദ്ധിയില്ല. അനുഷ്ഠാനം കൊണ്ടുള്ള ഫലം ശാശ്വതമല്ല. കക്ഷേമോ നിജപരയോ കിയാനർത്ഥ സ്വപരദ്രുഹാധർമ്മേണ. ഭാഗവതധർമ്മത്തെ വിട്ട് മറ്റ് കാമ്യധർമ്മങ്ങൾ അവ അക്ഷേമകരങ്ങളാണ്, നിഷ്പ്രയോജനങ്ങളാണ്. പരപീഡനം കൊണ്ട് അത് പാപത്തിന് വഴിവെക്കും. ഭാഗവതധർമ്മത്തിന്റെ ആവിഷ്കർത്താവായിട്ടുള്ള ആ സംഘർഷണമൂർത്തിയുടെ ദർശനം സമസ്ത പാപങ്ങളെയും ഇല്ലാതെയാക്കുന്നതാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട്
എന്നാമസകൃശ്രവണാൽ പുൽക്കസകോപി വിമുച്യതേ സംസാരാൽ. ഭഗവാനെ, അവിടുത്തെ നാമം ഒരിക്കലെങ്കിലും കേട്ടാൽ മാത്രം മതി. പുൽക്കസക അപി, ചണ്ടാളൻ പോലും ജനിമൃതി ചക്രത്തിൽ നിന്ന്, സംസാര ചക്രത്തിൽ നിന്ന് മോചനം നേടും. തനിക്ക് ഭഗവത് ദർശനം ലഭിച്ചതിലുള്ള തന്റെ ചാരിതാർത്ഥ്യം ഇവിടെ വ്യക്തമാക്കുകയാണ് ചിത്രകേതു. അങ്ങയുടെ ദർശനത്തോടുകൂടി ഹൃദയമാലിന്യങ്ങളെല്ലാം നീങ്ങിക്കഴിഞ്ഞു. ഭക്തനായിട്ടുള്ള ആ ശ്രീനാരദനാൽ, ദേവർഷിയാൽ ഉപദേശിക്കപ്പെട്ടതൊരിക്കലും വ്യർത്ഥമാവില്ലല്ലോ. അന്തര്യാമിയായ ഈശ്വരന്റെ മുന്നിൽ സ്വവൃത്താന്തങ്ങളെ പറഞ്ഞറിയിക്കുന്നത് ഏതുപോലെയാണ്? സവിതുരിവ ഖദ്യോദൈ, സൂര്യന് മിന്നാമിനുങ്ങ് വെളിച്ചം കാണിക്കുന്നത് പോലെ. സൂര്യന്റെ മുന്നിൽ എന്തിനാണ് മിന്നാമിനുങ്ങ് പോയിട്ട് വെളിച്ചം കാണിച്ചു കൊടുക്കേണ്ടത്? അതിന്റെ ആവശ്യമില്ല. അതുപോലെ അന്തര്യാമിയായ ഭഗവാന് നമ്മളുടെ എല്ലാം അവസ്ഥകളെ അറിയാം, എല്ലാ വൃത്താന്തങ്ങളും അറിയാം. നമസ്തുഭ്യം ഭഗവതേ സകല ജഗൽ സ്ഥിതിലയോദയേശായ ദുരവസിതാത്മഗതയെ കുയോഗിനാം ഭിതാ പരമഹംസായ. സർവലോകങ്ങളുടെയും സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്ക് നിയന്താവായിട്ടുള്ള നിർവികാരാത്മാവായി ജ്ഞാനൈശ്വര്യാദി സമസ്ത ഗുണോപേതനായിട്ടുള്ള ഭഗവാനെ അവിടുത്തെ നമസ്കരിക്കുന്നു. യം വൈ ശ്വസന്തമനു വിശ്വസൃജ ശ്വസന്തി യം ചേകിദാനമനു ചിത്തയ ഉച്ചഗന്തി. ഏതൊരു ഭഗവാനെ അനുസരിച്ചിട്ടാണോ വിശ്വസൃഷ്ടാക്കൾ വ്യാപരിക്കുന്നത്, ഏതൊന്നിനെ അനുസരിച്ചിട്ടാണോ ജ്ഞാനേന്ദ്രിയങ്ങൾ അറിവ് നേടുന്നത്, ഏതൊരു ഭഗവാന്റെ ശിരസിലാണോ ഭൂഗോളം, ഭൂമണ്ഡലം സർഷപായതി യസ്യ മൂർധനി, ഒരു കടുകുമണി പോലെ, കടുകുമണിക്ക് സദൃശമായിട്ടിരിക്കുന്നത് ഭൂമി ഏതൊരു ഭഗവാന്റെ ശിരസിലാണോ, അങ്ങനെയുള്ള 1000 ഫണങ്ങളോടുകൂടിയ അനന്തനായിക്കൊണ്ട് ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. ഇപ്രകാരം സ്തുതിച്ചതായ ചിത്രകേതുവിനെ, വിദ്യാധര പതിയായി മാറിയ ചിത്രകേതുവിനെ അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, നാരദ മഹർഷിയും അങ്കിരസും അങ്ങയ്ക്ക് നൽകിയ ആ ഉപദേശം കൊണ്ടും മന്ത്രവിദ്യ കൊണ്ടും എന്റെ ദർശനം കൊണ്ടും അങ്ങൊരു സിദ്ധനായി തീർന്നിരിക്കുന്നു. വീണ്ടും ഭഗവാൻ ഉപദേശിക്കുകയാണ് ചിത്രകേതുവിനെ. സമസ്തഭൂതങ്ങളും അവയിൽ അധിവസിക്കുന്ന ചൈതന്യവും എല്ലാറ്റിനും അധിഷ്ഠാനം ഞാൻ തന്നെയാണ്. എന്നാൽ എനിക്ക് അവയുമായി യാതൊരു ബന്ധവുമില്ല. ഞാൻ കേവലം ദ്രഷ്ടാവ് മാത്രമാണ്. ഈ വസ്തുതയെ മറക്കുന്നതുകൊണ്ടാണ് ജീവന് സംസാര ഭയമുണ്ടാവുന്നത്. വിഷയസുഖം എല്ലാ പ്രാണികൾക്കും ഉണ്ട്. അതിന് ഉത്തമമായിട്ടുള്ള മനുഷ്യജന്മം വേണം എന്നില്ല. എന്നാൽ വിവേകിയായിട്ടുള്ള മനുഷ്യന് മാത്രമേ ആത്മജ്ഞാനം ലഭിക്കൂ. മനുഷ്യ ജന്മം കിട്ടിയിട്ടും ആത്മജ്ഞാനത്തിനായി പ്രവർത്തിക്കാത്ത ഒരുവന് ഒരിക്കലും ക്ഷേമമുണ്ടാകില്ല. പ്രവൃത്തിമാർഗമായിട്ടുള്ള കർമ്മങ്ങൾ ക്ലേശസാധ്യങ്ങളാണ്, ദുഃഖഫലപ്രദങ്ങളാണ്. എന്നാൽ നിവൃത്തിധർമ്മമാവട്ടെ അഭയത്തെ പ്രദാനം ചെയ്യുന്നതാണ്. ഇതറിഞ്ഞുകൊണ്ട് ഒരു വിവേകി എല്ലാ സങ്കല്പങ്ങളിൽ നിന്നും വിരമിച്ച് എന്നെ ഭജിക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കണം. ഒരു മുമുക്ഷു അറിയേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ.
ഇത് മനനം ചെയ്തുകൊണ്ട് കൃതകൃത്യനായിട്ടിരിക്കൂ. ഇങ്ങനെ ഉപദേശം നൽകിയിട്ടാണ് സംഘർഷണ ഭഗവാൻ അന്തർധാനം ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് 6-ാം സ്കന്ധം 16-ാം അധ്യായത്തെ സമർപ്പിക്കുന്നു. ശ്രീഹരയേ നമഃ.